ChatGPTയുടെ കാലം കഴിഞ്ഞപ്പോൾ അതപ്പോൾ നെക്സ്റ്റ് ട്രെൻഡിങ് ആയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ ജെമിനി എയുടെ പിക്ചേഴ്സ് ആണ്. ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ട്രെൻഡിങ് ആണ് ഈ ഫോട്ടോസ്. അപ്പോൾ പലർക്കും അറിയണ്ടാവില്ല ഇത് എങ്ങനെയാണ് ഈ പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രോംപ്റ്റ് എങ്ങനെയാണ് കോപ്പി ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. ഇനീഷ്യലി എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ എങ്ങനെ ലേൺ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. സോ എല്ലാവർക്കും ഇതുപോലെ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. സോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ആ ഒരു വീഡിയോ എടുക്കുക, അതിന് താഴെ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടാവും. അത് ഒന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ അത് ക്രോപ്പ് ചെയ്ത് വെക്കുക, കാരണം പ്രോംപ്റ്റൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ. എന്നിട്ട് അത് ഫോട്ടോ ആയിട്ട് നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് പരിപാടി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഉണ്ടാവും. ആ ഗൂഗിളിൽ പോയിട്ട് അതിൻ്റെ സൈഡിലൊരു ലെൻസിൻ്റെ ഒരു ഐക്കൺ കാണാം. ആ ലെൻസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ സെർച്ച് ബാറിൻ്റെ സൈഡിൽ. ആ സെർച്ച് ബാറിൻ്റെ സൈഡിലുള്ള ഐക്കണിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് കോപ്പി ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്രോമിൽ പോയിട്ട് അതിൽ ജെമിനി AI എന്നുള്ള അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്ക്, ഗൂഗിൾ ജെമിനിയുടെ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. ആ ജെമിനിയുടെ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. ആ പ്ലസ് ബട്ടണിൽ പോയിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫോട്ടോസ് റിയൽ ടൈമായിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഗാലറിയിൽ നിന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗ്രൂപ്പ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യരുത്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള നിങ്ങളുടെ ഫേസ് ക്ലിയർ ആയി കാണുന്ന രീതിയിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് സൈഡിലുള്ള ആഡ് ബട്ടൺ ഞെക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡായി. നെക്സ്റ്റ് എന്താ വേണ്ടി നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക ചെയ്യുന്നത്. പ്രോംപ്റ്റ് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ളത് ആസ്ക് ജെമിനി എന്നുള്ളടത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ അവിടെ കറങ്ങാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് ക്രിയേറ്റിംഗ് ഇമേജ് അല്ലെങ്കിൽ ജനറേറ്റിംഗ് ഇമേജ് എന്നുള്ളത് കാണിക്കും. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ഒപ്പം തന്നെ ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഏത് പ്രോംപ്റ്റ് ആണോ കൊടുത്തത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഗൂഗിൾ ജെമിനി പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഇതെങ്ങനെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. സൈഡിൽ ഒരു ഡൗൺലോഡിങ് ബട്ടൺ ഉണ്ടാവും. ആ ഡൗൺലോഡിങ് ബട്ടണിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഫയലിലേക്കാണ് സേവ് ചെയ്യുന്നത്. എന്നിട്ട് ഫയലിൽ പോയിട്ട് നമുക്കത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കിടിലും ഫോട്ടോസൊന്നും റിയൽ ലൈഫിൽ എടുക്കാൻ പറ്റാത്തവർക്ക്, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഓടിച്ചില്ല, എന്നിട്ട് നല്ല നല്ല ഫോട്ടോസ് ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. സോ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു.